പ്രായമായ പെമ്മക്കളെ കെട്ടിച്ചയക്കാൻ കാശ് കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ഉള്ളതെല്ലാം വിറ്റ് പറക്കി അസ്ഥിവാരം തകർന്നൊരു കുടുംബത്തിന്റെ മുഴുവൻ ചുമതലേ ഇന്ന് എന്റെ തലയില. അതൊക്കെ പറഞ്ഞ നിനക്കെന്ന് മനസ്സിലാവാൻ. ആ സൂര്യനമ്പൂരിയുടെ കണ്ണു വെട്ടിച്ച എല്ലാ ദിവസവും തമ്പുരാന് വരുന്ന എഴുത്തുകളൊക്കെ തപ്പിക്കൊണ്ടുവരുന്ന എന്നാണാവോ ആ പോസ്റ്റ്മാൻ കാലുമാറുന്നത്? ഓരോ ദിവസവും വരുന്ന അപേക്ഷകൾ കണ്ടാ തോന്നും ഈ ലോകത്തുള്ള സകല ചെറുപ്പക്കാരും ക്ഷത്രിയരാണെന്ന്. എല്ലാവർക്കും ഇവിടെ കയറി പറ്റുകയും വേണം. മനുഷ്യന്റെ ഓരോ ഗതികേടെ. നീ വായിക്കേ. ചിറ്റിലശ്ശേരി കോവിലകത്ത് ഉണ്ണികൃഷ്ണൻ ഉണ്ണി തമ്പുരാൻ. എന്റെ അച്ഛൻ മാമാങ്കത്തിന് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല. അയാള് രക്ഷപ്പെട്ടു. അവന്റെ മാമാങ്കത്തിന് പോകേണ്ട സമയം. ഇത് മുഴുവൻ വാരിക്കളയണം. ആ സൂര്യനമ്പൂരി എങ്ങനെ കണ്ട നമ്മുടെ ആഫീസ് പൂട്ടും. എല്ലാ ദിവസവും ഓരോ വണ്ടി നിറയെ അപേക്ഷകൾ. ഓ, ഇതെന്തുവാ ഇത്? നോവല? ആ, അല്ല, എഴുത്താ. എടാ പവിത്ര, ഒരുത്തൻ ഫോട്ടോ അടക്കം അപേക്ഷ അയച്ചിരിക്കുന്നു. വായിക്ക്. കൊല്ലപ്പടി മാർത്താണ്ഡവർമ്മ തമ്പുരാൻ MSc PhD. ഞാനൊരു തികഞ്ഞ ക്ഷത്രിയനാണ്. ഞാൻ കളരിപ്പയറ്റിലും സംഗീതത്തിലും ജ്യോത്സ്യത്തിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഞങ്ങളുടെ പൂർവികർ യുദ്ധവീരന്മാരാണ്. ഞങ്ങൾ കൊല്ലപ്പടി രാജവംശക്കാരാണ്. ഞാൻ ഈ മാസം 14-ാം തീയതി തൃപ്പത്തൂർ കോവിലകത്ത് വന്ന് അങ്ങയെ മുഖം കാണിക്കും. നാളെയാണ് 14-ാം തീയതി. ഇവൻ പാരയാണ്. കൊണ്ടാറടങ്ങാനായിട്ട് ഒരിക്കലും നിലക്കാത്തൊരു ക്ഷത്രിയ പ്രവാഹം. ഇതുപോലെ വന്ന എത്ര എണ്ണത്തിന് നമ്മൾ ഓടിച്ചതാണ്. ഇവരെ നമ്മൾ അതുപോലെ ഓടിക്കും. കൊല്ലപ്പടി മാർത്താണ്ഡവർമ്മ തമ്പുരാൻ. ഇങ്ങ വാമോനെ. ഹലോ ടാക്സി. തിരുമാർത്താണ്ഡവർമ്മയ്ക്ക് സ്വാഗതം. എനിക്കോ സ്വാഗതം? ഞാനാണ് തിരുമാർത്താണ്ഡവർമ്മ. അയ്യോ, നമസ്കാരം തിരുമേനി. നമസ്കാരം. നമസ്കാരം. ഇത് സ്വീകരിച്ചാലും എന്താ ഇതൊക്കെ? ഞങ്ങൾ തൃപ്പത്തൂർ കൊട്ടാരത്തിന് വരിക. അവരാണ് സ്വീകരിച്ചുകൊണ്ടിരുന്ന കൊട്ടാരത്തിൽ അയച്ചതാ. ഞാൻ ഇതൊന്നും തീരെ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളും ഇതൊന്നും തീരെ പ്രതീക്ഷിച്ചല്ല. എന്ത്? അല്ല, തമ്പുരാൻ ഇത്രയും സിമ്പിൾ ആണെന്ന്. അതെ, സംസാരിച്ചിന്ന് സമയം കളയണ്ട. നമുക്ക് ഉടനെ കൊട്ടാരത്തിലോട്ട് പോവാം. അതിനെന്താ? ഗാനഭൂമിന്നൊക്കെ പാസ്സായിട്ടുള്ളതല്ലേ? നാട്ടിൽ ചെന്ന് വല്ല ഹരികഥയോ കച്ചേരിയൊക്കെ നടത്തി ജീവിച്ചോണം. നല്ലേ പറഞ്ഞത്. ഒന്ന് വെറുതെ ഇരിക്കട്ടെ. ഇനി ഈ പരിസരത്തെങ്ങാൻ കണ്ടുപോയാ, പ്രത്യേകിച്ച് കൊട്ടാരത്തിന്റെ ഏരിയയില്, പിന്നെ തിരിച്ചു പോകലുണ്ടാവില്ല. അയ്യോ, ഞാൻ തിരിച്ചു പോകാൻ വന്നതല്ല, തമ്പുരാനാവാൻ വന്നതാ. നിന്നെ ഞാൻ തമ്പുരാനാക്കടാ. ഓർഡാ തണ്ടി. ഒന്ന് ഞാൻ വന്ന വണ്ടിക്ക് ഇങ്ങോട്ടെങ്ങാനും നമ്മൾ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി. ആദ്യം അവളെ ഒതുക്കണമായിരുന്നു. ആരെ? തമ്പുരാട്ടിയെ? അല്ലടാ, അവളെ, ആ രഞ്ജിനി വർമ്മയെ. അവള് കേറി അങ്ങ് അടുക്കള വരെ എത്തി. നമ്മളെപ്പോഴും ഔട്ട് ഹൗസിൽ ഔട്ടായി തന്നെ നിൽക്കുക. തമ്പുരാൻ ആരെങ്കിലും ഒരാളെ ദത്തെടുക്കും. അത് അവളെ ആയാൽ നമ്മൾ 3 പേരും സ്വാഹ. ആ സ്വാഹയെന്ന് എന്നെ ഒഴിവാക്കിയരെ. തമ്പുരാൻ അവളെ ദത്തെടുത്താൽ എന്നെ എടുക്കുന്നതിന് തുല്യമാ. അവള് കേറിയാ ഞാനും കേറും. കേറ്? എവിടെ കേറാൻ? കൊട്ടാരത്തിൽ. അവള് തമ്പുരാട്ടിയായി കഴിഞ്ഞാ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു, കൂടെ നിങ്ങളും. എടാ മണ്ട, നിങ്ങളെപ്പോലെ ബുദ്ധിയില്ലാത്തവനാണ് ഞാനും എന്ന് കരുതിയോ? നിങ്ങൾക്കറിയോ, അവളൊരു മുസ്ലിമാടാ. സീന മുഹമ്മദ് കോയ, കടലുണ്ടിക്കാരി. അവൾക്ക് എന്നോട് മുഹബത്താ. പഞ്ചത്ത് ഞാനൊന്ന് നിന്നോടുത്തു. പക്ഷെ ഇപ്പൊ സംഗതി സീരിയസ് ആയി. എന്ത് സംഗതി? പ്രേമം. എടാ തിരുമണ്ട, കാനഡയിൽ മകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന ഡോക്ടർ മാത്യു കൂട്ടുപുരക്കലിന്റെ ഏക മകൾ സീന മാത്യു കൂട്ടുപുരക്കൽ, ഭരണങ്ങാനത്തുകാരി നസറാണി പെണ്ണ്, ഇതൊക്കെയാണ് അവൾ എന്റെ അടുത്ത് പറഞ്ഞത്. അവൾ അങ്ങനെ പറഞ്ഞു. നമ്മളെ തമ്മിലടിപ്പിച്ച് ഇവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് സ്വന്തം സീറ്റ് ഉറപ്പിക്കാനാണ് അവളുടെ പരിപാടി. ഇനി സമയം കളഞ്ഞിട്ട് കാര്യമില്ല.